വെൽക്കം ബാക്ക് ടു RS സ്റ്റോറീസ്. അപ്പോൾ എന്തോ പറയാൻ വന്നേ, അങ്ങനെ വലിയ വ്ളോഗൊന്നും അല്ല കേട്ടോ, ഒരു കുഞ്ഞു വീഡിയോ, വേറൊന്നുമല്ല. നമ്മൾ ഓണത്തോടനുബന്ധിച്ചൊന്ന് ലുലുവിൽ പോയതാട്ടോ. ഓണം കഴിഞ്ഞു, തിരുവോണത്തിൻ്റെ പിറ്റേന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ബ്ലോക്കാന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ ആയിരുന്നിട്ട് പോലും ഇത്രയും ബ്ലോക്കാണ് കണ്ടിട്ടില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ലുലുവിലോട്ടുള്ള ബ്ലോക്കാണ് ഇത്രയും വലിയ ബ്ലോക്കെന്ന്. നമ്മൾ നോക്കിയപ്പോൾ അതല്ല, അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി വച്ചിട്ട് ഉള്ളെല്ലാം പോയത് ബ്ലോക്കാണെന്ന് അറിയാമായിരുന്നു. അങ്ങനെ വച്ചിട്ട് നമ്മൾ ഓവർ ബ്രിഡ്ജ് കയറിയിട്ടാണ് പോയത്. നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ പോകുന്നതും. അങ്ങനെ പോയി നമ്മൾ ഫസ്റ്റ് സ്റ്റോറിൽ കയറിയപ്പോഴത്തേക്ക് നമ്മൾ മറ്റേ എയർ ഫ്രയർ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ആലോചിക്കുന്നു എയർ ഫ്രയർ മേടിക്കണമെന്ന്. അങ്ങനെ എയർ ഫ്രയർ എടുത്തിട്ട് അവിടെ വേറൊരു സ്റ്റോറിൽ കൊടുത്തിട്ടാണ് നമ്മൾ വന്നത്. കാരണം നമുക്ക് ആദ്യം ഒരു ചെറിയ പർച്ചേസിങ് സെക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് തിരിച്ച് നമ്മുടെ എയർ ഫ്രയർ മേടിച്ച് തിരിച്ചു വന്നു. എന്നിട്ട് നമ്മളെന്തായാലും മേടിച്ച സാധനം യൂസ് ചെയ്തുകൊണ്ട് നോക്കണമല്ലോ. എനിക്കങ്ങനെ കേട്ടോ. എനിക്കിപ്പോൾ പുതിയ ഡ്രസ്സ് മേടിച്ചാലും ചെരുപ്പ് മേടിച്ചാലും എന്ത് പുതിയ സാധനം മേടിച്ചാലും ഇപ്പം എന്തെങ്കിലും കുക്ക് ചെയ്യാനുള്ള പാത്രം മേടിച്ചാലും എനിക്ക് അന്നത്തെ ദിവസം അതൊന്ന് ഇട്ട് നോക്കിയില്ലെങ്കിൽ, ആ ഡ്രസ്സാണെങ്കിൽ ഇട്ട് നോക്കിയില്ലെങ്കിൽ, നമ്മുടെ പാത്രമാണെങ്കിൽ അതൊന്ന് യൂസ് ചെയ്തില്ലെങ്കിൽ എന്തോ പോലെയാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. അങ്ങനെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വന്നിട്ട് എൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്, ഞാൻ ഇങ്ങനെയാണ് ഫ്രൈ ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി, ഒരു 4-5 പീസ് ചെറിയുള്ളി, കുറച്ച് തൈര്, നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, പിന്നെ നമ്മുടെ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഞാൻ ഒരു കുഞ്ഞ് പീസ് മാഗി ക്യൂബും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഇത്രയും നന്നായിട്ട് പേസ്റ്റായിട്ട്, നമ്മുടെ തൈര് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ മിക്സ് കുറച്ച് വാട്ടറി ആയി പോവും. അതുകൊണ്ട് കുറച്ച് തൈര് ആഡ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ആഡ് ചെയ്യാം. പിന്നെ പുളിപ്പുള്ള തൈരാണെങ്കിൽ നിങ്ങൾക്ക് ലെമൺ അവോയ്ഡ് ചെയ്യാം. ഞാൻ ലെമൺ യൂസ് ചെയ്തിട്ടില്ല, കാരണം തൈരിന് കുറച്ച് പുളിപ്പുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. ഈ സമയത്ത് കൊണ്ട് ഞാൻ വന്ന് ഡ്രസ്സ് മാറി ഓൺ സ്പോട്ട് കിച്ചണിൽ കയറിയ കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്, ഞാൻ കുബൂസിന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുഴച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ ചിക്കനിലോട്ടുള്ള മാഗ്നേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ കുബൂസിന് വെച്ചു. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് മയോണൈസ് ഉണ്ടാക്കി. ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ ഒക്കെ ഞാൻ ആദ്യമേ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമേ കുബൂസിന് കുഴച്ചതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കുബൂസ് ആകുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് പൊങ്ങി വരാൻ ടൈം എടുക്കും. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈം കൊണ്ട് നമ്മുടെ കുബൂസിനുള്ള സാധനം പൊങ്ങി വരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ആദ്യം തന്നെ അത് ചെയ്തത്. എനിക്കാണെങ്കിൽ നല്ല രീതിക്ക് കാല് തന്നെ എടുക്കുന്നുണ്ട്. കാരണം പോയി ലുലുവിലൊക്കെ കറങ്ങിയിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ ഇരുന്ന പോലുമില്ല. ഡ്രസ്സ് മാറി സ്പോട്ട് കിച്ചൺ. കാരണം നമ്മൾ മേടിച്ച സാധനം എനിക്കിപ്പോൾ യൂസ് ചെയ്ത് നോക്കണം. എനിക്ക് ആ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നേരെ കിച്ചണിൽ കയറി. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് അവൻ്റെ പറഞ്ഞ്, ഞാൻ ഇതൊക്കെ റെഡിയാക്കാം, നീ ഒരു കാര്യം ചെയ്യ്, ചിക്കൻ എന്ത് ചെയ്യാൻ ക്ലീൻ ചെയ്തെടുത്ത് തരാൻ പറഞ്ഞു. നമുക്ക് ചിക്കൻ പീസിനേക്കാളും, ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നെക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവന് നെക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെപ്പോൾ പോയാലും നെക്ക് മേടിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സോഫ്റ്റ് പാർട്ട്. അപ്പോൾ ചേട്ടൻ വരുമ്പോഴത്തേക്ക് ചേട്ടനും പറയും, ചേട്ടന് നെക്ക്, ലിവർ, ഈ വക സാധനങ്ങൾ എനിക്ക് ചേട്ടന് ഇഷ്ടമാണ്. അപ്പോഴത്തേക്കും നമ്മൾ എന്താ പറഞ്ഞത്, മാരിനേഷനൊക്കെ കഴിഞ്ഞു. ആ സമയം കൊണ്ട് മാരിനേഷൻ കഴിഞ്ഞില്ല, മാരിനേഷനുള്ള സാധനം ഉണ്ടാക്കി. ആ സമയം കൊണ്ട് അവൻ ചിക്കനും ക്ലീൻ ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ അത് ഓൺ ദി സ്പോട്ട് നേരെ നമ്മുടെ ചിക്കനിലോട്ട് മാറ്റാം കേട്ടോ. ഇത് ഞാൻ സംഭവം എല്ലാം ഉണ്ടോ കറക്റ്റാണെന്ന് ടേസ്റ്റ് നോക്കിയതാണ് കേട്ടോ. ഞാൻ അവന് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല. അങ്ങനെ അതൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ആ സമയത്ത് എന്നിട്ട് ഞാൻ ആ സമയം കൊണ്ട് ഫ്രഞ്ച് ഫ്രൈസിന് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ എയർ ഫ്രയറിലുണ്ടാക്കിയത് ഫ്രഞ്ച് ഫ്രൈസാണ് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ എനിക്ക് കോഫി ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കോഫി കുടിക്കുമ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല, ഒരു ഭയങ്കര ഉന്മേഷമാണ്. അത് എല്ലാവർക്കുമാണ്. ചില സമയത്ത് ഞാൻ കോഫി കുടിച്ചിട്ട് ഉറങ്ങും. അത് എനിക്കൊന്ന് കോഫി കുടിച്ച് കഫെയിൻ കുടിച്ച് അത് ഇപ്പോൾ കുടിച്ചിട്ട് വലിയ എഫക്റ്റൊന്നും ഇല്ലാത്ത രീതിയിൽ വന്നതായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ കോഫി കുടിച്ചാലും
ഉറക്കവും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. രാത്രി ചിലപ്പോൾ കോഫിയൊക്കെ കുടിച്ചിട്ടാണ് ഉറങ്ങാൻ പോവാറ്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് മാറ്റിയിട്ട് ചിക്കൻ എയർ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ എയർ ഫ്രയറിൽ ചിക്കൻ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നത് എന്ത് ഒരു ഫ്ലേവർ വ്യത്യാസം കണ്ടില്ല. നമ്മളെപ്പോഴും ചിക്കൻ എണ്ണയിലിട്ടാണല്ലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ആ എണ്ണയുടെ ആ ഒരു ടേസ്റ്റ് വരാത്തപ്പോൾ എന്ത് ഫ്ലേവറായിരിക്കും ഇതിനെന്ന് പറഞ്ഞ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് മുന്നേ നമ്മൾ ഓവനിൽ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവനിൽ ചിക്കൻ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നുവെച്ചാൽ നമ്മുടെ പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു അൽഫാം ആ ഒരു ഫ്ലേവറേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എയർ ഫ്രയറിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഏത് ഫ്ലേവറാണ് വരുന്നതെന്ന്. അങ്ങനെ ചിക്കൻ വെച്ചിട്ട് ഞാൻ ടൈമറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ആ സമയം കൊണ്ട് ഞാൻ കുബൂസിനുള്ളതൊക്കെ പരത്തി അതും ഫ്രൈ ചെയ്തെടുക്കാണ് കേട്ടോ. എനിക്ക് ഇതൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനാണ്. എന്നുവെച്ചാൽ നമ്മളൊരു സാധനം പൈസ കൊടുത്ത് മേടിച്ചിട്ട് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റാതിരുന്നല്ലോ. കാരണം ഇത് യൂസ് ചെയ്തിട്ട് ആ ഫ്ലേവർ ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും പിന്നെ യൂസ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ഹെൽത്ത് ബെനിഫിറ്റാണ്, ഹെൽത്തിന് നല്ലതാണ്. എന്നാലും എനിക്കൊരു പ്രശ്നമുണ്ട്. എനിക്ക് ആ ഫ്ലേവർ കിട്ടണം. ഫുഡിൻ്റെ ഫ്ലേവറാണ് എനിക്ക് മുഖ്യം, നമ്മുടെ ഹെൽത്തിനേക്കാളും. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെയല്ല. ഹസ്ബൻഡിന് ഹെൽത്താണ് മുഖ്യം, ഫ്ലേവർ വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ ആ സമയത്ത് ഒരു ഹാഫ് ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ ചിക്കനൊന്ന് തിരിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് ഇത് എന്താണ് നമ്മുടെ ചിക്കൻ ഫ്രൈ, കുബൂസ്, മയോണൈസ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു. വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.